ഇന്ന് കൊല്ലത്ത് മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യപരമായ സമരങ്ങളോട് തികഞ്ഞ പുച്ഛവും ആ സമരങ്ങളെ അവഹേളിക്കുന്ന നിലയിലേക്കും ആക്ഷേപിക്കുന്ന നിലയിലേക്കും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യ സമൂഹത്തിനാകമാനം അപമാനകരമായിട്ടുള്ള ഒന്നാണ്. SFIയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വളരെ ജെനുവിനായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് SFI ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകൾക്കകത്തേക്ക് സംഘപരിവാറിൻ്റെ പ്രവർത്തകരെ, RSSൻ്റെ പ്രവർത്തകരെ സംഘപരിവാർ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജന്റിൻ്റെ പണി സർവകലാശാലകളുടെ ചാൻസലർ എടുത്ത ഘട്ടത്തിലാണ് SFI സമരം ആരംഭിച്ചിട്ടുള്ളത്. ജനാധിപത്യ ഇന്ത്യയിൽ ഏതൊരു പൗരനും ജനാധിപത്യപരമായി സമാധാനപരമായി സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടെയുള്ള മനുഷ്യർ ഇന്ന് ഈ രാജ്യത്തും ലോകത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അവകാശങ്ങളും സമരങ്ങളിലൂടെ ലഭ്യമായിട്ടുള്ളതാണ്, സമരങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ്. ആരും നമ്മുടെ ഒന്നും മുൻപിലേക്ക് പ്ലേറ്റിൽ വെച്ച് നീട്ടിയിട്ടുള്ള ഒരു അവകാശവുമല്ല നമ്മൾ ആരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നിലയിൽ ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി നടത്തിയിട്ടുള്ള ഇടപെടലിനെതിരെ ജനാധിപത്യപരമായി നടക്കുന്ന സമരത്തിന് നേരെ ആ സമരത്തിലുള്ള വിദ്യാർത്ഥികളെ അവഹേളിക്കുന്നതിന്, ആക്ഷേപിക്കുന്നതിന്, അവരെ പ്രകോപിപ്പിക്കുന്നതിനും എങ്ങനെയും അക്രമ സംഭവങ്ങൾ അരങ്ങേറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകങ്ങളെ കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.